KSEB ഇല്ലാത്തൊരു വീട്ടിൽ ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, AC വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ 2 നിലയുള്ള വീടാണ്. 2 നിലയിലും ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റുകളാണെങ്കിലും മോഡേണൈസ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. സോ ഇതിന്റെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ, സീലിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയുള്ളൊരു വീട്ടിൽ എങ്ങനെയാണ് KSEBയുടെ കണക്ഷൻ ഇല്ലാതെ ഇത്രയധികം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് സോളാർ സൊല്യൂഷൻസ് ആണ്. ഹൈബ്രിഡ് സോളാർ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസസിനെയും മുഴുവനായിട്ടും വർക്ക് ചെയ്യുന്നത് ഈ എനർജി എന്ന് തന്നെയാണ്. സോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് അത് പോസിബിൾ ആണ്. സോ ഞാനിവിടെ നിങ്ങൾക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാവുന്നതാണ്. ഈ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 15 കിലോവാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ സൊല്യൂഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഹൈബ്രിഡ് ഇൻവെർട്ടർ സൊല്യൂഷൻസ് ചെയ്യുമ്പം ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ബാക്കപ്പ്, അതായത് മഴക്കാലമൊക്കെ ആയെങ്കിലും രാത്രി സമയത്തും അവർക്ക് സോളാർ എനർജി ഉണ്ടാവില്ല. ആ സമയത്ത് അവർക്ക് ഇതിനുള്ള എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാറ്ററി ബാക്കപ്പ് സ്റ്റോറിംഗ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുമൂലം ഇവർക്ക് KSEBയുടെ കണക്ഷൻ ഇല്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോളാറിൽ നിന്ന് ഓടുന്ന അല്ലെങ്കിൽ സോളാർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വീടാണ് ഇത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്ട്സ് ആണ്.